പ്രസിഡന്റ് ബാഷർ അൽ അസദിന് മറ്റ് രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ പോലും സമയം കൊടുക്കാതെയാണ് HTS എന്ന് പറയുന്ന സായുധ സംഘടന സിറിയയിൽ വിമത നീക്കം നടത്തുന്നത്. അതായത് വെറും 22 ദശലക്ഷം മാത്രം ജനസംഖ്യയുള്ള സിറിയ പ്രധാനമായും തുർക്കി, ഇറാഖ്, ജോർദാൻ, ലെബനൻ എന്നീ രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും ആദ്യം വിമത സംഘടന നീക്കം നടത്തുന്നത് തുർക്കിയോട് അടുത്ത് കിടക്കുന്ന ഇഡ്ലിബ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇഡ്ലിബിൽ നിന്ന് ആലപ്പോയിലോട്ട് ആക്രമണം വ്യാപിപ്പിക്കുന്നു. അവിടെ സൈനികരുമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഹമാ നഗരത്തിലോട്ട് പിന്നീട് ഹോംസ്, ഏറ്റവും അവസാനമായി ഡമാസ്കസിലാണ് വിമതർ നീക്കം നടത്തുന്നത്. സിറിയയുടെ തലസ്ഥാനമാണ്, ഭരണസിരാ കേന്ദ്രമാണ് ഡമാസ്കസ്. അവിടെ സൈന്യത്തിന് ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ വരുന്നു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടുന്നു. കുടിയിറക്കപ്പെട്ട സിറിയക്കാർക്കായി ഒരു സ്വതന്ത്ര സിറിയ കാത്തിരിക്കുന്നുവെന്നാണ് വിമതരുടെ സൈനിക നേതാവ് ഹസൻ അബ്ദുൽ ഗനിയുടെ പ്രഖ്യാപനം. ഇരുണ്ട യുഗം അവസാനിപ്പിച്ചെന്നും ബാത്ത് ഭരണത്തിന് കീഴിലുള്ള 50 വർഷത്തെ അടിച്ചമർത്തലിന് അന്ത്യമായിരിക്കുന്നുവെന്നും ഗനി പ്രഖ്യാപിച്ചു. ആരും പൊതുസ്ഥാപനങ്ങൾ കയ്യേറരുതെന്നും പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നുമാണ് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വ്യക്തമാക്കുന്നത്. ആഭ്യന്തര യുദ്ധ സമയത്ത് സിറിയയെയും പ്രസിഡന്റ് ബാഷർ അൽ അസദിനെയും അകമഴിഞ്ഞ് സഹായിച്ച റഷ്യയ്ക്ക് ഇത്തവണ വിമത നീക്കം തടയാനായില്ല എന്നത് ശ്രദ്ധേയമാണ്. യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ട റഷ്യയ്ക്ക് ഇനിയൊരു യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ പരിമിതികൾ ഉണ്ടെന്നതാണ് വാസ്തവം. ഇറാന്റെ പോഷക സംഘടനകളെല്ലാം ഇസ്രയേലുമായി യുദ്ധത്തിലുമാണ്. പുതിയ നേതൃത്വത്തിനോടുള്ള അമേരിക്കയുടെ നിലപാടും നിർണായകമാകും. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലമർന്ന നിരവധി മനുഷ്യക്കുരുതികൾക്ക് സാക്ഷ്യം വഹിച്ച സിറിയയിൽ ഇനി എന്തെന്ന് കാത്തിരുന്നു കാണാം. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.